സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യം വാങ്ങിച്ച ഫിഷിംഗ് റോഡും എൻ്റെ ആദ്യത്തെ ഗേൾ ഫ്രണ്ടും ഒരേപോലെയായിരുന്നു. ചുമ്മാ വെരി സീരിയസ്. രണ്ടും ബ്രേക്ക് ചെയ്തപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത് ഇതെന്താ സംഭവം എന്നുള്ളത്. ശരിക്കും അതുവരെ ഐ വാസ് വെരി മച്ച് സാറ്റിസ്ഫൈഡ്. യു അണ്ടർസ്റ്റാൻഡ്? നോ, ഫോർ മീ മൈ ഫസ്റ്റ് ഗേൾ ഫ്രണ്ട് ആൻഡ് ഫസ്റ്റ് ഫിഷിംഗ് റോഡ് വാസ് ഫോർ മീ മൈ എക്സ്പീരിയൻസ് മൈ ഫസ്റ്റ് ഗേൾ ഫ്രണ്ട് ആൻഡ് മൈ ഫസ്റ്റ് ഫിഷിംഗ് റോഡ് വാസ് സെയിം. വെൻ ഇസ് ബ്രോക്ക് then only I understood what is the reason actually. Okay, കാരണം നമ്മൾ എൻ്റെ ഫസ്റ്റ് റോഡ് ഹൗ ഐ സെലക്റ്റഡ്, കാരണം നമ്മുടെ ബഡ്ജറ്റിന് ഓക്കെ, മറ്റുള്ളവർ ഓക്കെ, തെറ്റില്ല കേട്ടോ, കാണാൻ അടിപൊളിയാണ്. ആ ഒരു എക്സ്പീരിയൻസിൽ നമ്മൾ ഫസ്റ്റ് റോഡ് മേടിക്കുന്നത്. നിങ്ങൾ കാണാം, നിങ്ങളിപ്പോൾ ഈവൻ ദ സിമിലർ നിങ്ങളുടെ ഫ്രണ്ട്സല്ലോ, നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളോട് പറയാം നിങ്ങളുടെ അവിടെ ഗേൾ ഫ്രണ്ട് ബ്രേക്ക് ആണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒന്നും പറയണ്ട, അവൾ ഭയങ്കര സെൻസിറ്റീവാണ്. ഞാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അപ്പം ഭയങ്കര പ്രശ്നമായിരിക്കും, സെൻസിറ്റീവാണ്. അല്ലെങ്കിൽ എന്താ പറയുക, കൊണ്ട് കിടക്കാൻ ഭയങ്കര പാടാ. സിമിലർ ഫിഷിംഗ് റോഡിനോ നമ്മൾ കറക്റ്റ് ചൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ഓക്കെ, നമ്മൾ 10,000 20,000 രൂപ കൊടുത്ത് മേടിച്ചോളൂ എന്ന് നമ്മൾ ഒരു 2 കിലത്തിന് ഏറ്റവും കൂടുതൽ എനിക്ക് നമ്മൾ കേൾക്കുന്ന ഒരു ഇതാണ്, 2 കിലത്തിന് ഒരു അമൂർ അടിച്ചിട്ടുള്ളൂ, റോഡ് പൊട്ടിപ്പോയി എന്ന് പറയും. കാരണം ആ റോഡ് ആ 2 കിലത്തിൻ്റെ അമൂർ പിടിക്കാനുള്ളതല്ല ഒരു റോഡും. സോ അതാണ് ഇപ്പോൾ അരുണബ പറഞ്ഞത്, ഫിഷിംഗ് റോഡിൻ്റെ നമ്മുടെ കാർബൺ റോഡുകൾ 24T 30T ലൈക്ക് ദാറ്റ് നമ്മുടെ 40-50. അപ്പോൾ നമ്മൾ 40-50 പോകുമ്പം ദ റോഡ് ബിക്കം ലേറ്റർ. ഓക്കെ, അപ്പോൾ നമുക്ക് കൂടുതൽ സെൻസിറ്റിവിറ്റി കിട്ടും റോഡിന്. കൂടുതൽ സെൻസിറ്റിവിറ്റി നമ്മൾ ചെറിയ ലൂറുകൾ ഉപയോഗിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് ജെർക്ക് ബൈറ്റുകൾ ഉപയോഗിക്കുമ്പോൾ ആ ലൂറിൻ്റെ കറക്റ്റ് ആക്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ദ ടിപ്പ് ഓഫ് ദ റോഡ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ 20,000 രൂപയുടെ റോഡ് എന്ന് പറഞ്ഞാൽ നോ വേ സ്ട്രോങ്ങർ ദാൻ 2,000 രൂപയുടെ റോഡ്. ഓക്കെ, സോ ആ ഒരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ അതാണ് ഏറ്റവും വലിയത്. നമ്മളൊരു ബൈക്ക് മേടിക്കുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു ബൈക്ക് ചൂസ് ചെയ്യൽ, എനിക്കൊരു ദിവസം 100 കിലോമീറ്റർ യാത്ര ചെയ്യാനുണ്ട്, ഇതാണ് എൻ്റെ ഒരു ബഡ്ജറ്റ്, കാരണം എൻ്റെ ഒരു ഏർണിങ്സ് ഇത്രയാണ്, അതിൽ നിന്നൊരു ബഡ്ജറ്റ് ഇത്രയാണ്. അപ്പോൾ ഒരു കാരണവശാലും ആ ഒരു ഏർണിങ്സും ആ ഒരു ബഡ്ജറ്റും നമുക്കൊരു ബഡ്ജറ്റിൽ നിന്ന് നമ്മുടെ ഒരു എന്താ പറയുക, നമ്മുടെ ഏർണിങ്സിൽ നിന്ന് നമുക്ക് സ്പെൻഡ് ചെയ്യാവുന്ന ഒരു ഫ്യൂവൽ കോസ്റ്റിൽ സ്പെൻഡ് ചെയ്യാവുന്ന ഒരു അമൗണ്ടിനനുസരിച്ചാണ് നമ്മളൊരു ബൈക്ക് സെലക്ട് ചെയ്യൽ. ഓക്കെ, അപ്പോൾ നമുക്കൊരു ദിവസം നമുക്കൊരു 100 രൂപയ്ക്ക് ഫ്യൂവൽ നമുക്ക് എന്താ പറയുക നമ്മുടെ ബഡ്ജറ്റിൽ നിന്ന് മാറ്റി വെക്കാവുന്ന ഒരു സ്ഥലത്തുനിന്ന് നമ്മളൊന്നും നോക്കാതെ ഒരു ഡ്യൂക്കോ മറ്റോ വാങ്ങിച്ചിട്ട് ഒരു മാസം കഴിഞ്ഞ് നമുക്ക് ആ ഡ്യൂക്കിനെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അതല്ല, നമുക്ക് നേരെ മറിച്ച് ആ ഒരു ഡ്യൂക്കിൻ്റെ പർപ്പസുള്ളവർക്ക് അത് വാങ്ങിക്കാം. ഇത് സിമിലർലി അപ്പോൾ നമ്മൾ ഒരു ഫിഷിംഗ് റോഡ് മേടിക്കുമ്പോൾ 3 കാര്യങ്ങളാണ് വളരെ അധികമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് ലെങ്ത്ത്, അതിൽ നമ്മുടെ ആംഗ്ലേഴ്സ് എക്സ്പേർട്ടാണ്. ഫിഷിംഗ് റോഡ് ഏത് ലെങ്ത്ത് വാങ്ങിക്കണം എന്നുള്ളതിൽ ഒരു സംശയവും നമുക്ക് ആർക്കും ഇല്ല. വി ആർ വെരി മച്ച് എക്സ്പേർട്ട്. നമുക്കറിയാം സ്നേഹിക്കേഡിനെ പിടിക്കുമ്പോൾ ഏത് വേണം, കാരണം എന്താ പറയുക, അപ്പുറത്ത് ചില്ലകളും മരങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ ഇടയിലൂടെ കാസ്റ്റ് ചെയ്യണം. ബോട്ടിലൂടെ പോകുമ്പോൾ ഏത് കാസ്റ്റ് ചെയ്യണം. അതുപോലെ എന്താ പറയുക, നമ്മുടെ സാൾമനെ പിടിക്കുമ്പോൾ 9 feet 10 feet റോഡ് വേണം, അതിലൊന്നും ഒരു സംശയമില്ല. ബട്ട് വെൻ ഇസ് കംസ് ടു ഫിഷിംഗ് റോഡിൻ്റെ ആക്ഷൻ ആൻഡ് പവർ, ഈ 2 കാര്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ കൺഫ്യൂഷൻ ആവല് ഏറ്റവും കൂടുതൽ. കാരണം നമുക്കത് എന്താണെന്നുള്ളത് ഒരുവിധം ഒരു ആംഗ്ലേഴ്സിനും കറക്റ്റ് നമുക്കത് ഭയങ്കര തറവായിട്ട് അറിയണമെന്നില്ല. കാരണം അത് നമുക്കൊരു ഫോർമുല വെച്ചിട്ടോ അല്ലെങ്കിൽ വളരെ കറക്റ്റായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒന്നല്ല. കാരണം ഓരോ റോഡിനും ഡിഫറെൻ്റ് ആയിട്ടാണ് ലൈൻ റേറ്റിംഗ് അതുപോലെ ലൂർ റേറ്റിംഗ് വരുന്നത്. ഓക്കെ, അപ്പോൾ വളരെ ബേസിക് ആയിട്ട് നമ്മൾ ഈ ഫിഷിംഗ് റോഡിൻ്റെ പവർ, ഓക്കെ, പവർ ആൻഡ് ആക്ഷൻ, ഈ 2 കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ പവർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഇപ്പം നമുക്ക് വളരെ എളുപ്പമാണ്. നമ്മളൊരു 5 കൊല്ലം മുന്നേ, അപ്പോൾ കഴിഞ്ഞ 2-3 വർഷം നമുക്ക് അൾട്രാലൈറ്റ് റോഡുകൾ വളരെ ഫേമസ് ആണ് അല്ലേ. അൾട്രാലൈറ്റ് റോഡുകൾ വളരെ ഫേമസ് ആയതുകൊണ്ട് നമുക്കിപ്പോൾ പവർ പറയാൻ കുറച്ചൊരു എളുപ്പമാണ്. അപ്പോൾ നമുക്ക് അൾട്രാലൈറ്റ് റോഡ് അപ്പോൾ അതാണ് ആ റോഡ്, നമുക്ക് ആ റോഡ് ബെൻഡ് ആവാൻ എത്ര പവർ വേണം. ഓക്കെ, ഒരു റോഡ് നമുക്ക് ഒരു പ്രഷർ കൊടുക്കുമ്പോൾ റോഡ് ബെൻഡ് ആവാൻ എത്ര പവർ വേണം, അല്ലെങ്കിൽ എത്ര പവർ ആ റോഡിന് എന്താ പറയുക താങ്ങാൻ പറ്റും, അതിനനുസരിച്ചാണ് നമ്മൾ എന്ത് പറയല്ലേ റോഡിൻ്റെ പവർ കണക്ട് ആക്കല്ലേ. അതാണ് നമ്മൾ അൾട്രാലൈറ്റ് റോഡ് വരുന്നത്. അൾട്രാലൈറ്റ് റോഡ് എന്ന് വെച്ചാൽ ചെറിയൊരു പവർ കൊടുക്കുമ്പോൾ റോഡ് എന്ത് ചെയ്യും, ബെൻഡ് വരും, അല്ലെങ്കിൽ ആ ചെറിയൊരു വെയിറ്റ് താങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വേറെ രീതിയിൽ പറയാം, റോഡിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ വളരെ ഡയറക്റ്റ് ആയിട്ട് അതിൻ്റെ ലൂർ റേറ്റിങ്ങും ലൈൻ റേറ്റിങ്ങിനും പ്രൊപ്പോഷലായിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ അൾട്രാലൈറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ ലൈനെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, വളരെ ചെറിയ ലൂറും ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു കാരണവശാലും നമുക്കൊരു അൾട്രാലൈറ്റ് റോഡിൽ എന്ത് ഉപയോഗിക്കാൻ പറ്റില്ല, നമുക്കൊരു 20 ഗ്രാമിൻ്റെ അല്ലെങ്കിൽ 30 ഗ്രാമിൻ്റെ ലൂറുകളോ അതിനനുസരിച്ച് ഒരു 30 LB 40 LB നമ്മുടെ ഇതാണ്. പക്ഷേ പിന്നെ നമുക്ക് മീഡിയം ഹെവി എം എച്ച് ആണ് നമ്മൾ പൊതുവെ എല്ലാ ആംഗ്ലേഴ്സിനും സജസ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലൊരു റോഡ്. അപ്പോൾ മീഡിയം ഹെവി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി മുകളിലോട്ട് വന്നു, ഒരു ഹെവിയുടെ മുകളിലായിട്ട് വന്നു. അപ്പോൾ ആ മീഡിയം ഹെവി റോഡിന് കുറച്ചും കൂടി എന്ത് ചെയ്യാൻ പറ്റും, വെയിറ്റ് അല്ലെങ്കിൽ പവർ താങ്ങാൻ പറ്റും. അപ്പോൾ മീൻ അടിച്ചു കഴിഞ്ഞാലും പുള്ളിക്കാരൻ കുറച്ചും കൂടി അങ്ങ് താങ്ങും. അപ്പോൾ നമുക്കൊരു 40 LB അല്ലെങ്കിൽ 40 ഗ്രാമോ അല്ലെങ്കിൽ 30 ഗ്രാമോ ലൈൻ ലൂറുകൾ ഉപയോഗിക്കാൻ പറ്റും. അതേപോലെ തന്നെ അധികം മീഡിയം ഹെവി റോഡുകൾക്ക് നമുക്കൊരു 20-30 LB ലൈൻ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, പിന്നെ നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ ബോണുകളുടെ റോഡുകൾ, ചില റോഡുകൾ ഇപ്പോൾ എക്സ്ട്രാ ഹെവി XXH
XH എക്സ്ട്രാ ഹെവി എന്നൊക്കെ പറയും. അപ്പോൾ എക്സ്ട്രാ ഹെവി എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്കൊരു എന്താ പറയുക 100 ഗ്രാമിൻ്റെ ലൂർ എറിയണം. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നമുക്കൊരു 100 ഗ്രാമിൻ്റെ ഒരു സ്റ്റിക്ക് ബൈറ്റോ പോപ്പറോ ഉപയോഗിക്കാൻ ആവശ്യമില്ലെങ്കിൽ ഒരു കാരണവശാലും നമുക്കൊരു എക്സ്ട്രാ ഹെവിയുടെ ആവശ്യമില്ല. കാരണം അതൊരു അധികം ബാധ്യതയാണ്. ഓക്കെ, സെയിം. അപ്പോൾ എക്സ്ട്രാ ഹെവി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു എന്താ പറയുക ഒരു 80 ഗ്രാമിൻ്റെ അല്ലെങ്കിൽ ഒരു PE8 PE4 ഒക്കെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് എന്തിലോട്ട് പോയാൽ മതി, ഒരു എക്സ്ട്രാ ഹെവി റോഡ് അല്ലെങ്കിൽ XXH എന്ന് പറഞ്ഞ റോഡുകളിലോട്ട് പോയാൽ മതി. സോ നിങ്ങൾക്കൊരു സ്റ്റിക്ക് ബൈറ്റ് ഉപയോഗിക്കണം അല്ലെങ്കിൽ വലിയ പോപ്പറുകൾ, നിങ്ങൾക്ക് GT വോളെ ഫിഷിങ് അങ്ങനെയുള്ള റോഡുകൾക്ക് മാത്രം നമുക്കൊരു എക്സ്ട്രാ ഹെവി റോഡ്, കാരണം അത്രയും ലൂറോ ലൈനോ നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ മാത്രമേ എക്സ്ട്രാ ഹെവി റോഡിലോട്ട് പോയാൽ മതി. അതേപോലെ നമ്മൾ പറഞ്ഞു ഈ ആക്ഷൻ എന്ന് പറഞ്ഞാൽ, ഓക്കെ, ആക്ഷൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ റോഡ് എവിടെ ബെൻഡ് ചെയ്യും, നമ്മളിപ്പോൾ ഒരു റോഡിൻ്റെ പവറിനെ പറ്റി പറഞ്ഞു. അപ്പോൾ നമുക്കൊരു ഒരു 10 കിലത്തിൻ്റെ ഒരു അമൂർ ഒരു ഗ്രൂപ്പർ ക്യാച്ച് ചെയ്തു. ആ ഗ്രൂപ്പർ ക്യാച്ച് ചെയ്യുന്ന ആ റോഡ് എവിടെ നിന്നാണ് അതിൻ്റെ ബ്ലാങ്കിനോട് കൂടി ബെൻഡ് ആവുന്നത്, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ഫാസ്റ്റ് ആക്ഷൻ, മീഡിയം ആക്ഷൻ, മോഡറേറ്റ് ആക്ഷൻ, ലേറ്റ് ആക്ഷൻ എന്നൊക്കെ പറയും, സ്ലോ ആക്ഷൻ റോഡുകളൊക്കെ പറയും. അപ്പോൾ അതങ്ങനെയാണ് ആ ഒരു കാറ്റഗറി പറയുന്നത്. അപ്പോൾ ഹെവി എന്ന് പറയുമ്പോൾ നമ്മുടെ പവർ അല്ലേ, നമ്മൾ ഹെവി പവർ, എക്സ്ട്രാ പവർ എന്നൊക്കെ പറയുമ്പോൾ പവർ. അപ്പോൾ MH എന്നൊക്കെ പറഞ്ഞാൽ ഡയറക്റ്റ്ലി പവറാണത്, റോഡിൻ്റെ പവറാണ്. എന്നുവെച്ചാൽ ആക്ഷൻ എന്ന് വെച്ചാൽ ലേറ്റ്, ഓക്കെ, സ്ലോ ആക്ഷൻ, അതല്ല മോഡറേറ്റ് സ്ലോ അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മൾ ആക്ഷനുമായിട്ട് കമ്പയർ അല്ലേ. അപ്പോൾ പൊതുവേ ഇത് നമുക്കിതും എന്താ പറയുക, നമുക്ക് ഓരോ ലൂറുകൾക്കനുസരിച്ച് ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ നമ്മളൊരു ക്രാങ്ക് ബൈറ്റ് ഉപയോഗിക്കുമ്പോൾ, ഓക്കെ, ക്രാങ്ക് ബൈറ്റ് നമുക്കൊരു വലിയൊരു ക്രാങ്ക് ബൈറ്റ് ഉപയോഗിക്കുമ്പോൾ ക്രാങ്ക് ബൈറ്റ് എന്ത് ചെയ്യും, നമ്മളിങ്ങനെ കാസ്റ്റ് ചെയ്യുമ്പോൾ വളരെ വൈബ്രേറ്റ് ചെയ്ത് വളരെ ഒച്ചയൊക്കെ ഉണ്ടാക്കേണ്ടി വരില്ല. അവിടെ നമുക്ക് എന്ത് ചെയ്യണം, ഒരു മിനിമം ഒരു റോഡിൻ്റെ മിഡിൽ നിന്നുള്ള ഒരു ബെൻഡിങ് ഉള്ള റോഡുകൾ വേണ്ടി വരും. സോ ഒരു കാരണവശാലും നമുക്കൊരു ക്രാങ്ക് ബൈറ്റിൻ്റെ എന്താ പറയുക ഒരു ഫാസ്റ്റ് ആക്ഷൻ റോഡ് ഇങ്ങനെ നിൽക്കുന്ന ഒരു റെസ്പോൺസ് നമ്മുടെ എന്താ പറയുക മിഥുനത്തിൽ നമ്മുടെ ഇവൻ നിൽക്കുന്നുണ്ടല്ലോ, ആരാണ് മിഥുനത്തിൽ ഇന്നസെൻറ്റ് നിൽക്കുന്ന പോലെയാണ് സാധാരണ ഒരു ഫാസ്റ്റ് ആക്ഷൻ റോഡ് നിൽക്കലേ. പുള്ളിക്കാരന് റെസ്പോൺസ് ഉണ്ടാവില്ല, ആ ഒരു ഇതിൽ നിൽക്കും. ആ ഒരു റോഡ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കറങ്ങി വരേണ്ട അല്ലെങ്കിൽ വലിയ സിംബൈറ്റ് ഉപയോഗിക്കുന്ന റോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഉദ്ദേശിക്കുന്ന ഒരു പവറോ നമ്മുടെ കൈ തന്നെ കിടന്ന് ബുദ്ധിമുട്ട് വരും. അത് മാത്രമല്ല വളരെ സിമ്പിളായിട്ടൊരു കാര്യം പറയാം, ഒരു ഫാസ്റ്റ് ആക്ഷൻ റോഡ് ടിപ്പ് മാത്രം അത്രേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ജസ്റ്റ് ഈ ഒരു ബെൻഡ് ഉണ്ടാവുള്ളൂ. ആ ഒരു ബെൻഡിൽ നിങ്ങൾ എന്ത് ചെയ്തു, യു ആർ യൂസിങ് എ സറഗോസ, യു സെറ്റ് 10 കിലോ ഡ്രാഗ് സെറ്റ് ചെയ്തു, നിങ്ങൾ വലിയൊരു സീമാൻ്റെ ഒരു 7 ഇഞ്ചിൻ്റെ ഷാർഡ് എടുത്തു അല്ലെങ്കിൽ ഒരു ക്രാങ്ക് ബൈറ്റ് എടുത്തു, നിങ്ങൾ യു ആർ ഫിഷിംഗ് ഫോർ എ ഗ്രൂപ്പർ. ഒരു 10 കിലത്തിൻ്റെ മീൻ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഫുൾ ഡ്രാഗാണ്, 10 kg ഡ്രാഗിലിരിക്കുന്നു. ഓക്കെ, നിങ്ങൾ ഉപയോഗിക്കുന്നത് ലൈൻ, ഓക്കെ, യു ആർ യൂസിങ് 50 LB ലൈൻ ഓർ 60 LB 80 LB ലൈൻ പൊട്ടുന്നില്ല, റോഡിന് ടിപ്പ് മാത്രം ഇങ്ങനെ ഒടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബ്രേക്ക്. സോ അവിടെ നമുക്കൊരു മീഡിയം ഒരു മോഡറേറ്റ് ആണെങ്കിൽ ഒരു കുറച്ചങ്ങ് റോഡ് ബെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈവൻ വി ആൾസോ വിൽ ഗെറ്റ് എ ടൈം, അല്ലെങ്കിൽ അവിടെ ആർക്കും റിയാക്ഷൻ വി ആൾസോ വിൽ ഗെറ്റ് എ ടൈം. അപ്പോൾ നമ്മുടെ റോഡ് നമുക്ക് എന്ത് ചെയ്യും, കുറച്ചൊന്ന് ഫ്ലെക്സിബിൾ ആയി തരും. അപ്പോൾ ഉക്കപ്പ് വിൽ ബി ബെറ്റർ. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഒരു ട്രിപ്പിൾ ഉക്ക് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ ഒരു ഫാസ്റ്റ് ആക്ഷൻ അല്ല, ഒരു മീഡിയം ആക്ഷൻ റോഡുകളായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം അവിടെ നമുക്ക് ഉക്കപ്പ് കിട്ടും. നേരെ വെച്ച് നമ്മൾ സിംഗിൾ ഉക്ക് ഉപയോഗിക്കുന്നത്, അതായത് മെയിനായിട്ട് പോപ്പറുകൾ, സ്റ്റിക്ക് ബൈറ്റ് ഒക്കെ, അവിടെയൊക്കെ ഫാസ്റ്റ് ആക്ഷൻ റോഡ്, ആ ഫാസ്റ്റ് ആക്ഷൻ റോഡൊക്കെ ആ ഉക്കപ്പ് നമുക്ക് വളരെ എളുപ്പമായിട്ട് ഉക്കപ്പ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത് വളരെ ബേസിക് ആയിട്ടുള്ള ചെറിയ കാര്യങ്ങൾ ഏറ്റവും. അപ്പോൾ കോറിലേറ്റ് ചെയ്യാൻ സംശയം ഉണ്ടെങ്കിൽ കോറിലേറ്റ് ചെയ്യാൻ എപ്പോഴും അൾട്രാലൈറ്റ്, ടേക്ക് അൾട്രാലൈറ്റ് ഇൻ യുവർ മൈൻഡ്, വെരി സിമ്പിൾ. അൾട്രാലൈറ്റ് റോഡുകൾ നിങ്ങൾ കാശ് ചെയ്തിട്ടുണ്ടോ, ഇവിടെ നിന്ന് ബെൻഡായി പോകും, ഒരുപാട് ബാക്കിൽ നിന്ന് ബെൻഡായി പോകും. സ്ലോ ആക്ഷൻ ആണ്, കാരണം എങ്കിൽ നമ്മൾ ചെറിയ ലൂറുകൾ ഉപയോഗിക്കണം. ചെറിയ 1 ഗ്രാമിൻ്റെ 2 ഗ്രാമിൻ്റെ ലൂറ് ഉപയോഗിക്കുമ്പോൾ ഒരുപാട് ബാക്കിൽ നിന്ന് ബെൻഡായിട്ട് വരണം. സോ അപ്പോൾ ഇനി നമുക്ക് എന്തില്ല, പവർ ആൻഡ് ആക്ഷൻ ദർ ഇസ് നോ കൺഫ്യൂഷൻ, കാരണം വി ആർ ടേക്കിംഗ് അൾട്രാലൈറ്റ് ആസ് എക്സാമ്പിൾ. സോ കാരണം അൾട്രാലൈറ്റ് നമുക്ക് എല്ലാവർക്കും പറയാം, അൾട്രാലൈറ്റ് എക്സാമ്പിൾ എടുക്കുന്നു. അപ്പോൾ സ്ലോ, ഓക്കെ, ഒരുപാട് ബാക്കിൽ നിന്ന് പുള്ളിക്കാരൻ ബെൻഡായി പോകുന്നു, സ്ലോ ആക്ഷൻ. പവർ ആണെങ്കിൽ തീരെ പവർ ഇല്ല. ഓക്കെ, അതുപോലെ നിങ്ങൾ ജസ്റ്റ് ഇമാജിൻ, നിങ്ങൾക്കൊരു അൾട്രാലൈറ്റ് റോഡിൽ വളരെ സിമ്പിളായിട്ട് 1 കിലത്തിൻ്റെ ഏത് മീനെ പിടിക്കാം, ചെമ്പല്ലി ഓപ്പൺ വാട്ടറിലാണെങ്കിൽ പറ്റും, വറ്റ പിടിക്കാം, സാൾമൺ പിടിക്കാം. ഈവൻ യു ക്യാൻ ഗെറ്റ് 2 kg സാൾമൺ, 3 kg, ഈവൻ 4 kg 5 kg സാൾമൺ ആണ് ലൈൻ, നല്ല ലൈൻ ആണെങ്കിൽ. പക്ഷേ നിങ്ങൾക്ക് 1 കിലത്തിൻ്റെ ഗ്രൂപ്പർ കോൺഫിഡൻ്റ് ആയിട്ട് പിടിക്കാൻ പറ്റില്ല, കാരണം ദ മൊമെന്റ് ഗ്രൂപ്പർ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ കള്ളത്തിൻ്റെ ഇടയിൽ പോകും. അപ്പോൾ നമുക്ക് ഡ്രാഗ് കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഡ്രാഗ് കൊടുക്കുന്ന ഫുൾ ഡ്രാഗിൻ്റെ സെറ്റപ്പിലാണെങ്കിൽ മീൻ ഓടാനൊന്നും സ്ഥലമില്ല, നമുക്ക് മീനെ പെട്ടെന്ന് പിടിച്ച് കയറ്റണം. അവിടെ നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഹെവി റോഡ് വേണ്ടി വരും. ആക്ഷനും അതേപോലെ എന്ത് ചെയ്യണം, ഒരു മീഡിയം ആക്ഷൻ, നമുക്ക് വല്ലാണ്ട് കുറച്ചൊരു റെസ്പോൺസ് ചെയ്യണം. സോ ദാറ്റ് ഈസ് വളരെ സിമ്പിളായിട്ട്. ഓക്കെ, പിന്നെ നമ്മുടെ ഫൈബർ ഗ്ലാസ്, കാർബൺ ഫൈബറൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. കാർബൺ റോഡുകൾ എന്ന് പറഞ്ഞാൽ വളരെ സെൻസിറ്റീവ് ആയിരിക്കും, നമുക്ക് നല്ല ലൂർ ആക്ഷൻ കിട്ടും, വെയിറ്റ് കുറയും, നമുക്ക് ഒരുപാട് നേരം കാസ്റ്റ് ചെയ്യാം, ലൂറുകൾ കറക്റ്റായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. അത് ചെറിയ ലൈനുകൾ ഉപയോഗിക്കാൻ നല്ല. ഫൈബർ ഗ്ലാസ് റോഡ് എന്ന് പറഞ്ഞാൽ
പുള്ളിക്കാരൻ ആ ഒരു എന്താ പറയുക പൊട്ടില്ല. സോ നമുക്ക് ഇനീഷ്യലി ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. പിന്നെ റോഡിൻ്റെ എന്താ പറയുക ഫ്യൂജി ഗൈഡ് കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ആൻഡ് വൺ തിങ്, ഫ്യൂജി ഗൈഡ് എന്ന് പറഞ്ഞാൽ കൊറോഷൻ വരില്ല എന്നുള്ളൊരു അർത്ഥമില്ല. ഫ്യൂജി ഗൈഡ് ആൾസോ വിൽ ഗെറ്റ് കൊറോഷൻ. എല്ലാത്തിനും കൊറോഷൻ വരും. സോ നമ്മൾ എവറി സാൾട്ട് വാട്ടർ യൂസ് അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ വീക്ക് നമ്മൾ പ്രോപ്പറായിട്ട് റോഡിൻ്റെ ഗൈഡുകൾ അതേപോലെ തന്നെ റീൽ സീറ്റ് എല്ലാം വാഷ് ചെയ്ത് വെക്കണം. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ഫിഷിംഗ് റോഡ്. എന്താ പറയുക, നമുക്ക് എങ്ങനെ ഒരു ഫിഷിംഗ് റോഡ് ചൂസ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ. താങ്ക് യു. സോ